ഹലോ ഗൈസ്, ഞങ്ങളുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞങ്ങളിന്ന് മറ്റേ വയനാട് പോകുന്ന ട്രിപ്പിൻ്റെ വീഡിയോ എടുക്കാൻ വേണ്ടിയാണ്. അപ്പോൾ ഫാമിലി എല്ലാം ഉണ്ട്, എല്ലാവരും താഴെ ഉണ്ട്. കഴിച്ചപ്പോന്നും പറയില്ല, ഞങ്ങളിപ്പോൾ വയനാട്ടിൽ വന്നിട്ടുണ്ട്. ഞങ്ങളിപ്പോൾ കണ്ട് ഇവിടുത്തെ റൂമിനകത്ത് കയറിയാണ് ഫ്രഷ് ആവാൻ വേണ്ടി. ഇതിലെന്താ പറയാനുള്ളത്? ഷിജിനെ അതുകൊണ്ട് ഷിജു ഭയങ്കര ഫോട്ടോ എടുപ്പൊക്കെയാണ് വിജിലിയൊക്കെ വയ്ക്കുന്നത്. ഷിജിൻ ഡ്രൈവറാണ്. ഇതാണ് നമ്മുടെ വണ്ടി, ഒന്നും പറയാനില്ല, സെറ്റ് വണ്ടിയാ. അപ്പോൾ ഗൈസ്, അപ്പോൾ നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയെന്നാണ്. കഴിഞ്ഞ ദിവസം മറ്റേ ഒരു ദുരന്തം കണ്ടില്ലായിരുന്നു, ഉരുൾപൊട്ടൽ. അത് നമ്മൾ കണ്ടത്. അത് നമ്മൾ കാണണ്ടേ കേട്ടോ, നേരിട്ട് കാണുമ്പോഴേ അതിൻ്റെ ഇത് അറിയത്തുള്ളൂ. ഞങ്ങളവിടെ നിന്ന് ഇറങ്ങി അവിടെ എല്ലാം ഇറങ്ങി നോക്കിയായിരുന്നു. ഗൈസ്, അപ്പോൾ ഇതാണ് ഞങ്ങളെടുത്ത റൂം. ഇത് വയനാട്ടിൽ തന്നെ എടുത്തതാണ്. പിന്നെ അത്യാവശ്യം നല്ല റൂമായിരുന്നു. ഞങ്ങൾ ഇവിടെ നിന്ന് ഇറങ്ങാൻ പോവാണ്. അപ്പോൾ ഇതാണ് ഞങ്ങളുടെ വണ്ടി നല്ല വണ്ടിയാണ്, ഒന്നും പറയാനില്ല. ഞങ്ങളെല്ലാവരും ഇവിടെ നിന്ന് ഇറങ്ങാൻ പോവാണ്. ഉണ്ടോ നോക്കിയോ ഗൈസ്? അപ്പോൾ ഞങ്ങൾ അടുത്ത് പോകാൻ പോകുന്നത് സൂചിപ്പാറ വെള്ളച്ചാട്ടത്തിലേക്കാണ്. ഇവിടുന്ന് ഒരു 10 കിലോമീറ്റർ ഉണ്ടെന്നാണ് പറഞ്ഞത്. അപ്പോൾ ഞങ്ങൾ ഇവിടുന്ന് എല്ലാ സാധനം എല്ലാം വണ്ടിയെ കയറ്റി വെച്ചിട്ട് ഇവിടുന്ന് ജീപ്പിന് പോകാനുള്ള പ്ലാനിങ് ആണ്. പിന്നെ അവിടെ ചെന്നിട്ട് കാണാം. ഗൈസ്, അപ്പോൾ ഇതാണ് അങ്ങോട്ട് ഇറങ്ങാനുള്ള വഴി. 100 സ്റ്റെപ്പ് ഉണ്ടെന്നാണ് പറഞ്ഞത്. ഞങ്ങൾ എണ്ണിയൊന്നുമില്ല, ആൾക്കാർ പറഞ്ഞ് 100 സ്റ്റെപ്പ് ഉണ്ടെന്ന്. പക്ഷേ അത്യാവശ്യം നല്ല സ്ഥലമൊക്കെ തന്നെയാണ്. അത്യാവശ്യം നല്ല ഇറക്കമാണ് ഇങ്ങോട്ട് ഇറങ്ങി പോകുന്നിടത്ത്. താഴെയാണ് വെള്ളച്ചാട്ടം. അതുകൊണ്ട് അവിടെ സൗണ്ടൊക്കെ കേൾക്കാം, അവിടെ നമുക്ക് കാണാൻ പറ്റും. അപ്പം ഫാമിലി എല്ലാം ഉണ്ട്. അങ്ങനെ ഞങ്ങൾ വെള്ളച്ചാട്ടം എത്താറായി. ഇതിപ്പോൾ നമ്മൾ ഇങ്ങനെ വോയിസ് ചെയ്യുവാണ്, കാരണം ഭയങ്കര ശബ്ദമൊക്കെ ആയിരുന്നു. എല്ലാവരും വോയിസ് ചെയ്യുവാണ്. അത്യാവശ്യം നല്ല വെള്ളച്ചാട്ടമൊക്കെയാണ്. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ അടുത്ത് ചെയ്ത് ജീപ്പിൽ ഓഫ് റോഡായിരുന്നു. അത്യാവശ്യം ഭയങ്കര റിസ്ക് ആയിരുന്നു. അങ്ങോട്ടും ഇങ്ങോട്ടും ആടി അലഞ്ഞൊക്കെയാണ് കയറി വന്നത്. പിന്നെ ഇപ്പോൾ ഞങ്ങൾ മേളിൽ നിർത്തിയേക്കുവാണ്. ഇപ്പോൾ നമ്മുടെ അച്ഛനൊക്കെ വേറൊരു വണ്ടിയിലാണ് വരുന്നത്. അച്ഛനും അച്ഛൻ്റെ ചേട്ടന് അവരൊക്കെ വേറൊരു വണ്ടിയിൽ. മൊത്തം ഞങ്ങൾ 2 വണ്ടിയാണ് ബുക്ക് ചെയ്ത്. അത്യാവശ്യം വലിയ ഓഫ് റോഡാണ് കേട്ടോ. ഇപ്പോൾ ഞങ്ങളിവിടെ നിൽക്കുകയാണ്. അവരിപ്പോൾ ഉണ്ടാണ്ട് അവരുടെ വണ്ടി എത്തി. ഇപ്പോൾ ഇതോടെ കഴിയുമ്പോൾ ഞങ്ങൾ തിരിച്ചു പോകും. അവരാണ് വേണ്ടി വന്നത്. അപ്പോൾ കഴിച്ച് ഞങ്ങൾ താമരശ്ശേരി ചുരം എത്തി. ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് പോവാം. ഇപ്പോൾ ഞങ്ങൾ ഈ ചുരം ഇറങ്ങി താഴെ ചെന്നപ്പം 3 മണിക്കൂർ എടുത്ത്. ഇപ്പോൾ എല്ലാവരും ടയേർഡാണ്, ഭയങ്കര ബ്ലോക്കാണ്. വണ്ടി അവിടെ നിന്ന് ഇങ്ങോട്ട് കയറി വരുന്നില്ല, ഇവിടുന്ന് വണ്ടി അങ്ങോട്ട് പോകുന്നേ ഉള്ളൂ. എന്താണെന്നൊരു പ്രശ്നം എന്താണെന്ന് അറിയത്തുമില്ല. അപ്പം ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഞങ്ങൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നതാണ്. हम भी मर